നമ്പർ കിട്ടി. ഹലോ ഓഗി, കേക്കാവോ? ഓവർ. കേൾക്കാം. അതെ, ഈ ഓവർ പറഞ്ഞ് അങ്ങ് ചളാക്കണ്ടേ. എന്ത് ചളം? ഒരു ചളവും ഇല്ല. മക്കളിപ്പോ അങ്ങോട്ട് പോ. ഹലോ രാമി, ഹൗ ഡു ഐ ലുക്ക്? എന്താ നീ ചിരിക്കുന്നേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഭംഗിയോ? പാടത്ത് കാക്കി ഓടിക്കാൻ വെച്ചിരിക്കുന്ന കോലം കൂട്ടുണ്ടോ എന്നെ കാണാൻ? ഒന്ന് ഡാമി, അത്ര വൃത്തികേടാണോ? സീരിയസ്ലി കോമഡി ആയിട്ടുണ്ട്. ആയിഷ്, ഞാനൊരു ക്യാറ്റ് വുമണിലൊക്കെ പിടിക്കാൻ നോക്കിയതാ. നീ എന്തിനാ ക്യാറ്റ് വുമൺ ആകാൻ നോക്കുന്നേ? നീ അല്ലെങ്കിൽ തന്നെ ടൈഗർ വുമൺ അല്ലേ? ടൈഗർ വുമൺ അല്ല, ടൈഗർ ബാം. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലോ. ഒന്ന് ഡാമി. പോയില്ല എന്റെ പൊന്നിങ്ങ വന്നേ. ഈ ഡാമിയുടെ ഒരു കാര്യം. ഇപ്പൊ ഞാൻ മാള വയ്ക്കും. ഈ കുരുപ്പ് എന്താ ഒരു രൂപി? ഒന്നുമല്ല, ഒരു കൊതുകെ ചെവി കിടന്ന് ഭയങ്കര മൂളല്. എന്തേ? അത് വേണ്ട ഡാമി, പാവല്ലേ, പോകട്ടെ. എന്നെ നീ കൊതുകാക്കിയല്ലേ? നിന്നെ ഞാൻ. റൂബി, മിഷനെല്ലാം സെറ്റ് അല്ലേ? അസിസ്റ്റൻസ് ഒന്നും വേണ്ടല്ലോ. കാർ ഗ്യാരേജിൽ നിന്ന് എടുത്തോ. ഓൾസോ റിപ്പീറ്റ് മീ ആഫ്റ്റർ എവറിത്തിങ്സ് ഡൺ. സോ ബൈ. ബൈ ഡാമി. ഹലോ ഓഗി, ഡാമി പോയി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മിഷൻ. ഷുവർ യുവർ ഓണർ. ആഹാ, നല്ല വിജൃംഭിച്ച വെയർ ഹൗസ്. ഹലോ റൂബി, വെയർ ഹൗസ് എത്തിയോ? സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയാ? ക്ലിയർ ആണോ? യാ, ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലേ എല്ലാം. ഇതിനെ കൊണ്ട്. അതെ, നേരത്തെ ക്ലിയർ ആണോ എന്ന് ചോദിച്ചതായിരുന്നോ? ഇവിടെ കുറച്ച് CCTV ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെ പറ്റി ഡോൺ വറി, അതൊക്കെ നേരത്തെ തന്നെ ആൾട്ടടാ. എങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇപ്പൊ മുമ്പോട്ടെയാലോ? അതെ, ഇന്ന് പോണോ? ഇവിടെ ഒരു പ്രേതാലയം വൈബ്. നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ വന്നാലോ? അതില്ലേ, എനിക്ക് കൊച്ചോട്ടെ പ്രേതമെന്ന് വെച്ചാ. അതെ, നമുക്ക് പിന്നെ ചിലക്കാവേ. മോളിപ്പോ പോയി സർവൈലൻസ് റൂം കണ്ടുപിടിക്കേ. ഓക്കെ സാർ. റൂബി, സർവൈലൻസ് റൂം എത്തിയോ? എത്തി എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലേ എല്ലാം മനസ്സിലായി. ടു മേക്ക് ഷുവർ റൂമിനെ പറ്റി എല്ലാം പറ. 4 വിൻഡോ, 2 ഡോറ്, 2 വെന്റിലേഷനും കൂടെ. ഇതിനെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോ ലൈക്ക് CCTVs, കമ്പ്യൂട്ടേഴ്സ്, അതൊക്കെ ഏട്ടത്തി ആയി പോയില്ലേ ഞാൻ? അങ്ങനെ പറയണ്ട കുട്ടാ. റൂമില് ഒരു സിസ്റ്റം ഉണ്ട് വിത്ത് കുറേ സ്ക്രീൻസ്. CCTV ഒന്നും ഇല്ല. ഗുഡ്. ഇനി ഞാൻ നേരത്തെ വന്ന ആ ഫ്ലാഷ് ഡ്രൈവ് സിസ്റ്റത്തിൽ കുത്ത്. സെറ്റായി നോക്കട്ടെ. സെറ്റായി. വോൾട്ട് 22 ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പോയി മിഷൻ കംപ്ലീറ്റ് ആക്കിക്കോ. കംപ്ലീറ്റോ? ഇത് എവിടെ നിന്ന് ഈ ഒച്ച കേൾക്കുന്നേ? മനുഷ്യനൊന്ന് വെള്ളം കുടിക്കാന്ന് വെച്ചാ? ഓഗിയുടെ എവിടെ നിന്നാണല്ലോ വെച്ചാ? ചൂച്ചു അത് പോയി. ഈ ചെറുക്കനെ ഇപ്പൊ ഉറക്കത്തില് സംസാരിച്ചു തുടങ്ങിയോ? മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്താണോ ഓഗി, ചൂച്ചു ട്രെയിനോ? അതൊക്കെ എന്റെ ആക്ടിങ് അല്ലേ. ജസ്റ്റ് മിസ്സിനാ. ഇല്ല, ഇപ്പൊ അറിയിച്ചു പൊക്കിയാനെ. അത് പിന്നെ പൊക്കിയാലല്ലേ ഉള്ളൂ അത്ഭുതം. ഉടായിപ്പഴ നിന്നെ കഴിഞ്ഞാലേ ആൾക്കാരുള്ളൂ. ഉടായിപ്പൊക്കെ അവിടെ നിക്കട്ടെ. മോള് പോയി മിഷൻ കംപ്ലീറ്റ് ആക്ക്. ഒറ്റയ്ക്കോ? എങ്ങനെ? അല്ല പിന്നെ ഞാൻ വരാൻ കൂടെ. എന്റെ പൊന്നു റൂബി, ആ വോൾട്ടിനകത്തുനിന്ന് എടുക്കു പോയി. ഓക്കെ, പോണം. All the cash has been collected, Mr. August Luca De Silva. Now the mission is officially completed. Good job, Mrs. Ruby Jane De Silva. Keep it up. Thank you. അപ്പൊ എന്നാ തിരിച്ച് സേ ഹൗസിലോട്ട് പോവല്ലേ? എന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. ഗുഡ് നൈറ്റ്. അതെ, ടൈം ചെറുതായിട്ട് രാവിലെ 5 മണിയായി. സോ ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ എന്തു ആകട്ടെ, ഞാൻ ഉറങ്ങാൻ പോണേ. പോകാതെ ഒരു കാര്യം കൂടെ. എന്തുവാ? റൂബി ജെയിൻ ഡി സിൽവ ഒഫീഷ്യലി സൈനിങ് ഓഫ്. ഓവർ. ഏട്ടനെ ഓർത്തോണ്ട. മിഷൻ കംപ്ലീറ്റ് ആക്കിയോ മിസ്സസ് ഡി സിൽവ? ആക്കി മിസ്റ്റർ ഡി സിൽവ. That's my wifey. I know you will complete it. ഇങ്ങ് വന്നേ. You must be really tired. വാ, let's get it to bed.
ആ ഡാമിയെ, റൂബിനെ ആ ചെറുതനെയും കണ്ടില്ലല്ലോ. അവരെന്തേ? റൂബി ഉറങ്ങാൻ ജൂലേട്ടാ. രാത്രിയിൽ സോളോ മിഷൻ ഉണ്ടായിരുന്നു. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് എക്സ്പെക്റ്റഡ് അവളത് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ അല്ല വൈഫി. പിന്നെ ഓഗീനെ പറ്റി അവനെന്തേ അഷി? അറിയില്ല ഡാമി ഏട്ടാ, ചിലപ്പോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് കുറെ ഫ്രഷേഴ്സ് ഒക്കെ വരുന്നതല്ലേ, അതിന്റെ ആയിരിക്കും. ഓ, നീ ഒന്ന് പോയി നോക്കിയേക്കണേ. ആ, കഴിച്ചു കഴിഞ്ഞ ഉടനെ പോയി നോക്കണ്ട ഡാമി ഏട്ടാ. ഓഗി, 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 നീ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? ഇത് അടച്ചിട്ടില്ലേ? എന്താന്ന് ഇത് ആശി? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല നീ. സമയം എത്രയെന്ന് ഓർത്തോണ്ട് ഈ മോനിക്ക് കിടക്കുന്നേ. 7:30, 8 മണിക്ക് കോളേജിൽ എത്തണ്ടല്ലേ? ആ ബോധം വല്ലതും ഉണ്ടോ എനക്ക്? ഇതിന് പോച്ചേ. ഞാൻ ഡാമിയേട്ടനെ വിളിക്കുവേ. ഡാമിയേട്ടാ, നിർത്ത് ഞാൻ പൊങ്ങി. അങ്ങനെ വഴിക്കുവാ. ഡാമിയേട്ടൻ തേഞ്ഞ്. ഓക്കെ, നീ എത്ര നേരം എന്തെടുക്കുമായിരുന്നു? അത് ഡാമിയേട്ടാ, നീ ഉറങ്ങുമായിരുന്നല്ലേ? അത് ഏട്ടാ, നിന്ന് പരങ്ങണ്ട. ആശയെല്ലാം വന്ന് പറഞ്ഞു. നീ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയില്ലേ? അത് ഉറങ്ങിയായിരുന്നു ചേട്ടാ. രാവിലെ എണീക്കാഞ്ഞേ അലാറം അടിച്ചില്ലേ, അതുകൊണ്ടാ. സത്യമായിട്ടും. എങ്കിൽ നിനക്കും കൊള്ളാം. നീ കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു ഏട്ടാ. ദേ സമയമാകാറായി, ഞാൻ പോണേ. ബായ്. എടി ആഷി, നീ എന്തിനാ ഏട്ടനോട് ഞാൻ ഉറങ്ങുമായിരുന്ന കാര്യം പറഞ്ഞേ? എന്തേ പറഞ്ഞാല്? ഞാൻ കള്ളൊന്നുമല്ല പറഞ്ഞേ. പിന്നെന്നാ? കള്ള? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഏട്ടനോട് പറയല്ലോന്ന്. അതിനിപ്പോ എന്താന്നേ ഉണ്ടായി ഇത്ര റേസാവാൻ മാത്രം? ഏട്ടൻ നിന്നോട് ദേഷ്യപ്പെടുന്നില്ലല്ലോ. ദേഷ്യപ്പെട്ടതിന്റെ അല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെ. പിന്നെ നിന്റെ ഇഷ്ടങ്ങളെല്ലാം നോക്കി വേണല്ലോ ഞാൻ ജീവിക്കാൻ. പിന്നല്ലാണ്ട്. പിന്നെ വലിയ ആൽഫ മെയിലും കളിച്ചോണ്ട് എന്റെ അടുത്ത് വന്നോണ്ടല്ലോ, 8 മുടക്കി ഞാൻ എറിയുവേ, കേട്ടോ? ഇതിന് കോളേജിൽ വന്നുണ്ടോ വന്ന് വണ്ടി കയറ? എന്ത്? മാഡം വന്ന് ബൈക്കിൽ കയറിയാലോന്ന്. അങ്ങനെ മര്യാദക്കൊക്കെ പറ. ഇതെന്നാ വെൽക്കം ഒക്കെ? എന്തായിരുന്നു സ്പെഷ്യല്? ഇന്നാടപ്പെട്ട ഫ്രഷേഴ്സ് ഒക്കെ വന്നേ. അത് 29-നല്ലേ? ഇന്നാടെ 29. ഓ, ദിവസമൊക്കെ എന്ത് പെട്ടെന്നാ പോണേ. നമ്മള് മെഡിക്കൽ സ്റ്റുഡൻസിന് എല്ലാ ദിവസവും ഒരേപോലെ അല്ലേ? അല്ല, ആ കാര്യം പറഞ്ഞപ്പോഴേ ഇന്ന് എനിക്ക് സൈക്കാട്രിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഒരു തേങ്ങയെ നോക്കിയിട്ടില്ല. പിന്നെ ചുമ്മാ നീ ഇന്ന് രാത്രി മൊത്തം ഇരുന്ന് ഉറങ്ങാതെ അത് നോക്കുവല്ലായിരുന്നാടാ? സത്യം പറ. ബോഡി ഒന്ന്. എന്ത് ബോഡി? അല്ലാതെ എന്ത് പറ്റിടാ? തല വെട്ടി പൊളയണ പോലത്തെ വേദന. എടാ, നീ മരുന്നൊക്കെ കഴിച്ചായിരുന്നല്ലോ, അതുപോലെ മിസ്സാക്കിയോ? ആ, ഞാൻ കഴിച്ചായിരുന്നു. ഇത് ചിലപ്പോ പ്രസന്റേഷന്റെ കാര്യമൊക്കെ ടെൻഷനായിട്ടായിരിക്കും. ആണല്ലോ അല്ലേ? Okay class, now we are going to discuss about the etiopathogenesis of the condition schizophrenia. Sorry. There are 4 factors. They are genetics, physiological, and we are... Okay. ആള് നല്ല ഉറക്കല്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞു അതിനെ പറ്റി? ബിപിയും ഷുഗറും ഒരുമിച്ച് കുറഞ്ഞാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കുഞ്ഞോളും രാത്രി ഉറങ്ങിയില്ലേ? നിങ്ങൾ രാത്രി പോലെടുത്തും പോയായിരുന്നോ? ഇല്ല, ഇവൻ രാത്രി ഉറങ്ങിയെന്ന് എന്നോട് പറഞ്ഞേ. റേച്ചലേച്ചി, ഇന്നലെ ചേച്ചി അവനെ നോക്കിനെ കൊണ്ടുവരെ പറഞ്ഞേ. ഞാൻ അങ്ങനെ പോയി നോക്കി നല്ലടാ. ഞാൻ ഒച്ച കേട്ട് പോയി നോക്കിയപ്പം ഇവൻ രാത്രി ഉറക്കത്തിൽ സംസാരിക്കണ കേട്ട്. അതാ. ഓകെ, ഉറക്കത്തിൽ സംസാരം? അവനങ്ങനെ സംസാരിക്കാറില്ലല്ലോ. ചേച്ചിക്ക് ഉറപ്പ് തന്നെയാണോ അവൻ ഉറക്കത്തിൽ സംസാരിച്ചെന്ന്? എനിക്ക് അങ്ങനെ ഡാമി തോന്നിയേ. ഒരു എത്ര മണിയൊക്കെ ആയപ്പോഴാ ചേച്ചി? ഇതെന്നാ ഡാമി, CBA കളിക്കാണോ? CBA കളിക്കും അല്ല ജൂണേച്ചി. പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? ആ ചേച്ചി പറ, എത്ര മണിയൊക്കെ ആയപ്പോഴാ? ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാ. നീ ആ ടൈമിൽ ഉറങ്ങാണ്ട് എന്താ ചെയ്യാറുണ്ടീ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റായിരുന്നു. അപ്പം നിങ്ങൾ രണ്ടോന്ന് അപ്പുറത്തേക്ക് മാറിയൊന്ന് വഴക്ക് കൂടെ എനിക്കൊന്ന് ആലോചിക്കണം. രാവിലെ 3:30-4 മണി റൂബി മിഷന് പോയ സമയം. അതായത് എടാത്തിന് ഓകെ വീട്ടിലല്ലായിരുന്നോ? ആയിരുന്നു, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി. വെയിറ്റ് എ മിനിറ്റ്. ഫെലക്സ്, നീ വേഗം നിന്ന് മനുഷ്യനിലോട്ട് വന്നേ. ഓക്കെ ചെക്കേ. എന്താ ചെക്കേ, എന്തു പറ്റി? ദാറ്റ് ഐ വാണ്ട് യു ടു ചെക്ക് CCTV നമ്പർ 93. ചെക്കേ, അത് യു മീൻ നമ്മളെങ്ങനെ അത് നോക്കാനല്ലേ പറഞ്ഞേ? ഓക്കെ ചെക്കേ. ചെക്കേ ഒന്ന് നോക്കിയേ. അതൊക്കെ എൻ്റെ ആക്ടിങ് അല്ലേ, ജസ്റ്റ് മിസ്സിനാ. ഇല്ല, ഇപ്പൊ റേച്ചലേച്ച് പൊക്കിയാനെ. അപ്പൊ ഇതായിരുന്നല്ലേ സംഭവം. റൂബി എന്തേ? അവളെ വിളിച്ചേ. ഗുഡ് മോർണിംഗ് ഡാമി. ഇതെന്ത് കലിപ്പിലാണല്ലോ. എക്സ്പ്ലെയിൻ ദിസ്. കർത്താവേ തേഞ്ഞ്. അത് ഡാമി ഓകെ എഴുന്നേറ്റിട്ടുണ്ട്. തമ്പുരാൻ എണീറ്റോ?
മോൻ രാത്രിയുടെ റൂബിനെ സഹായിക്കുമായിരുന്നല്ലേ? ഞാനോ? ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ഇത് നോക്കുമോൻ. CCTV? എന്റെ റൂമിൽ ഞാൻ അറിയാണ്ട് എന്തിനാ CCTV ക്യാമറ വെച്ചേ? ഓക്കെ, നീ വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട. എന്റെ വിഷയം മാറ്റാൻ ശ്രമിക്കണമെന്ന് ഞാനൊരു 22 വയസ്സുള്ള ആളാണെന്നുള്ള ബോധം പോലും ഇല്ലാണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. I asked you why you helped Ruby in her solo mission. ഞാൻ നിന്നെ ഈ ബിസിനസ് നിന്ന് കംപ്ലീറ്റ്ലി വിലക്കിയതല്ലേ? വിലക്കിയത് I am a man of my own decision. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഓക്കെ, നീ എങ്ങോട്ടേക്ക് പോണേ? എങ്ങോട്ടേലും as if you care. സമാധാനായല്ലോ. അത് ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്ത് ചെയ്തിട്ടാന്നോ? നിനക്കുള്ളത് ഞാൻ രാത്രി തരാം. ഡാമി